സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സമയം ഇപ്പൊ 6 മണിയാണ്. ഞാൻ റെഡി ആവാണ്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസവും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സങ്കടം. കാരണം ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് കുറേ നേരം ഉറങ്ങാൻ പറ്റുന്ന. എനിക്ക് ശരിക്കൊരു രാവിലെ ഒരു 9 മണി 10 മണി വരെയൊക്കെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീക്ക് ഡേയ്സ് അത് എന്തായാലും നടക്കില്ല. കാരണം കുട്ടിക്ക് സ്കൂള്, എല്ലാ പാരന്റ്സിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞിന് സ്കൂളുള്ള കാരണം പിന്നെ അത് നടക്കില്ല. ഇനി ഇമ്മക്കുട്ടിയുടെ സ്കൂൾ കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് അത്രയും നേരം ഇനി വീക്ക് ഡേയ്സിൽ ഉറങ്ങാൻ പറ്റാന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. വെക്കേഷൻ ടൈമിൽ പറ്റും കേട്ടോ. പിന്നെ ജിമ്മിലും പോകാനായിട്ട് നമുക്ക് രാവിലെ അല്ലേ സൗകര്യം, അപ്പൊ പിന്നെ അതും നടക്കാറില്ല. അപ്പൊ ഞായറാഴ്ച ദിവസം ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് വർക്ക് എടുക്കൽ കുറവാട്ടോ. അതല്ലെങ്കിൽ മറ്റേ ഗോവയിലൊക്കെ ആയിരുന്നപ്പോ സ്ഥിരം സൺഡേസും വർക്ക് ചെയ്യായിരുന്നു. ഞാൻ സൺഡേ വർക്ക് ചെയ്യും, പക്ഷെ കൂടുതൽ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെയാ ചെയ്യാറില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആവാണ്. ഒരു 3 ലുക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സാരി ഉണ്ട്, ലെഹങ്ക ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ ഔട്ട്ഫിറ്റ്സ് കണ്ടിട്ടില്ല. അവർ കൊണ്ടുവരികയാണ് ചെയ്യാം. ആര്യൻസ് ബുട്ടീക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ഷൂട്ടിനും, എല്ലാ ഇവന്റ്സിനും, എല്ലാത്തിനും ഞാൻ തനിയെ റെഡി ആവുക. അത് മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും പലപ്പോഴും പാളിച്ചകൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്കത് കുഴപ്പമില്ല. എനിക്കറിയാം, ഒരു എക്സ്പേർട്ടിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹെയർ എപ്പോഴും വർക്ക് ആവും. എനിക്ക് എപ്പോഴും വേറൊരാളുടെ തലയിലാണ് കൂടുതൽ നന്നായിട്ട് മുടി കെട്ടാൻ പറ്റാറുള്ളത്. എനിക്ക് തനിയത് ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ ഭയങ്കര നേരെ കാണില്ല. നമുക്ക് കാണില്ല എന്ന് മാത്രമല്ല, കൈ ഭയങ്കരമായിട്ട് കഴയ്ക്കും. വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എനിക്ക് വശം കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ മേക്കപ്പ് അങ്ങനെയല്ല. മേക്കപ്പ് എനിക്ക് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള. പക്ഷെ ഞാൻ വിചാരിക്കണം, അങ്ങനെ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കില്ലേ. അപ്പൊ എനിക്കിപ്പോ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഒരു വഴക്കുണ്ട് മുന്നത്തെക്കാട്ടിലും വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതെനിക്ക് ആ ഒരു പ്രാക്ടീസ് കാരണമാണ് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ റെഡി ആവാൻ പോവാണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ മേ ബി കുറച്ചും കൂടി ഹെവി ആയിട്ട് കണ്ണെഴുതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും കൂടി ലിപ് ബാം ഇടാം കേട്ടോ. അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ലിപ്സിന്റെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഏത് ലിപ് ബാമാണ് നല്ലതെന്നുള്ളത്. നമുക്ക് വിഷ് കെയർ ഉണ്ട്, ഡെർമാക്കോന്റെ ഉണ്ട്. അതിലൊക്കെ എന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ കുറയാനുള്ളതുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ലിപ് പിഗ്മെന്റേഷൻ കുറയണമെങ്കിൽ അതിനൊപ്പം തന്നെ നമ്മൾ സൈഡിൽ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത്രയും നമുക്ക് എന്താവും പറയൂ, ലിപ്സ് ഡാർക്ക് ആവും. ഓക്കെ, അപ്പോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചടപടേന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാട്ടെ. ഇത്രയും കാലമായിട്ട് ഞാൻ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോഴും എനിക്ക് കണ്ണിന്ന് വെള്ളം വരാറുണ്ട്. എന്തായാലും എത്ര പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാലും 1-2 തുള്ളി കണ്ണീര് വരും. അത് സാരാക്കണ്ട കേട്ടോ. കോൺടാക്ട് ലെൻസ് വെക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതും ഒരു കണ്ണിലത്തെ വയ്ക്കാൻ എളുപ്പമായിരിക്കും, മറ്റേ കണ്ണിലത്തെ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഷേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കാർമസിയുടെ ഈ ഒരു സെറ്റായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറുതുമുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോസിൻ്റെയും അവിടെ ഇങ്ങനെ ഷേവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറേ കാലങ്ങളായി ഇപ്പോൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോയിട്ട് ഞാൻ തന്നെ ഷേപ്പ് ചെയ്യൽ തന്നെയാണ് പതിവ്. ഒന്നില്ലെങ്കിൽ പ്ലക്ക് ചെയ്യും, അതല്ലെങ്കിൽ ഷേവ് ചെയ്യും, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഷേവറില്ലേ, അങ്ങനെ ഇങ്ങനെ വട്ടത്തിലുള്ള സാധനം, ചിലപ്പോൾ അത് വെച്ചിട്ടാവും ചെയ്യാനുണ്ടാവുക. എന്തായാലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പോകണ്ടേ എന്നുള്ള മടി കാരണം കേട്ടോ. മെനക്കെട്ട് അവിടെ വരെ പോയി ത്രെഡ് ചെയ്ത് ചിലപ്പോൾ അത് തിന്നാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും സമയം ലാഭിക്കാമല്ലോ വിചാരിച്ച് ഞാൻ തന്നെ ചെയ്യും. നമ്മൾ ടോണർ ഇട്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഇത്ര തന്നെ മതി. ഇതൊന്ന് ബ്ലെൻഡ് ആവാനുള്ള ഒരു സമയം, കുറച്ചൊന്ന് സമയം കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മേക്കപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന നല്ലതാണോ പെർഫെക്റ്റ് ആണോ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ പാളിപ്പോവാറുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും നാളത്തെ പ്രാക്ടീസിൽ എനിക്ക് ഒരു കാര്യം ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഷിൻ്റെ ഭാഗത്ത് ബ്ലഷ് മാത്രം, കൺസീലർ അങ്ങനെ. എന്നിട്ട് ഇതിപ്പോൾ ഷൂട്ടിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വളരെ തിൻ ലെയർ ഓഫ് ഫൗണ്ടേഷൻ ആഡ് ചെയ്യണത്. അതല്ലെങ്കിൽ ഫൗണ്ടേഷനെ ആഡ് ചെയ്യില്ല, ജസ്റ്റ് ഈ വക സംഗതിയിൽ തന്നെ നിർത്തും. അപ്പോൾ തന്നെ നമുക്കൊരു തിൻ ലെയർ ഓഫ് മേക്കപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റൂടാ, ഈസി ആയിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കാജൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് ടൈറ്റ് ലൈൻ ചെയ്യുക, ലൈറ്റായിട്ട് മുകളിൽ എഴുതി കൊടുക്കുക, പിന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനൊന്ന് വേണമെങ്കിൽ ഐ ഷാഡോ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലൂസ് പൗഡർ വെച്ചിട്ട് ഫേസിലൊന്ന് സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ചെയ്ത മേക്കപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. പ്രത്യേകിച്ച് നമ്മൾ ക്രീമി ആയിട്ടുള്ള മേക്കപ്പ് അല്ലേ ചെയ്യുന്നത്.
ഇനിയിപ്പോൾ എന്താ ജസ്റ്റ് മസ്കാര ഇടുക, ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക, ലിപ്സ്റ്റിക് ഇടുക, അതോടുക്കനെ കഴിഞ്ഞു. എനിക്ക് ഈ മസ്കാരയുടെ ഈ ഒരു സെപ്പറേറ്റർ ഉണ്ടല്ലോ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോ, അല്ല ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചോ, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ കുറച്ചുകൂടി വിലക്കുറവിനുണ്ട്. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ മേക്കപ്പിൽ ഡിഫറെൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വ്യത്യാസങ്ങളാവും നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഫാൻ വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കുക. ഇനി നമുക്ക് മുടിയിൽ ഞാൻ ഫസ്റ്റ് മൂസാണ് അപ്ലൈ ചെയ്യണത്, അത് വെച്ചിട്ട് മുടിയിലൊന്ന് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മൂസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ, അത് മറന്നുപോയി. ചില സമയത്ത് ഞാൻ മറന്നു, ഇത്രയും നാളായിട്ട് ചെയ്തിട്ടും ആ ഓർഡർ അങ്ങ് മറന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ലാസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഹെയർ ആകുമ്പോൾ നമ്മൾ ഹെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും നമ്മൾ കുറച്ച് വേർക്കും, കാരണം ഇതിന്റെ ചൂടും ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഹെയർ ചെയ്തിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സാരമില്ല, ഇപ്പൊ എന്തായാലും മറന്നുപോയില്ലേ, നമുക്ക് തുടങ്ങാം. നമ്മുടെ സാധാരണ ഡ്രയറും ഈവൻ സ്ട്രെയിറ്റ്നറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോ ബ്രഷാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു ചെറിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറെ കൂടി നന്നായിട്ട് നിൽക്കൂട്ടോ. എസ്പെഷ്യലി ഷൂട്ടിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇത് ശരിക്കും നല്ലതാണ് ഇങ്ങനത്തെ ഒരു ലുക്ക്. എസ്പെഷ്യലി മൂസും കൂടി ഇട്ടതിന് ശേഷമാണെങ്കിൽ നമുക്ക് നല്ല ഫ്രിസ് ഇല്ലാത്ത, അങ്ങനെ പൂർണ്ണമായിട്ടല്ല, നല്ല ഫ്രിസ് നന്നായിട്ട് കുറഞ്ഞ് എന്നാൽ നല്ല ഉള്ളുള്ള പോലെ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഇത് കണ്ടോ എൻ്റെ ശരിക്കുള്ള മുടി, ഈ മുടി. ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ആ ഒരു ടെൻഷൻ കൊടുത്തിട്ടൊന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിതാ ഈ ഒരു രീതിക്ക് അങ്ങ് കിട്ടും. നമുക്കിനി അടുത്ത സെക്ഷൻ എടുക്കാം. ഇനി സെക്ഷൻസ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. പക്ഷെ ഞാൻ വെറുതെ ഉള്ള ഷൂട്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ ചെയ്യുള്ളൂ കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 1000 സംതിങ് തന്നെയാണ്. നമുക്ക് അർബൻ യോഗിന്റെ ഉണ്ട്, ഇത് മേക്ക് മീ ബോൾഡ് അർബൻ യോഗിന്റെ ആണ്. ഇത് എനിക്കിഷ്ടം. അതേപോലെ അലൻട്രോമിന്റെ അതെ കേട്ടോ. ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു പൊടിക്ക് ചെറുതാ മറ്റേനെ കാട്ടിനും, പക്ഷെ ഇതും രണ്ടും നല്ലതായിട്ടോ. ഇനി ലാസ്റ്റ് ഇതാ ഈ ഒരു സെക്ഷനും കൂടി ചെയ്യണം. ഇതെനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തേക്ക് നന്നായിട്ട് ഇതടിക്കും, ചൂടടിക്കും. ബ്ലോ ഡ്രൈ എഫക്റ്റ് തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ശരിക്കും എനിക്കിഷ്ടം. പക്ഷെ നമുക്ക് ഷൂട്ടിനാകുമ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര പറപറാന്ന് കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് മാത്രം ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മുടി നാശാവില്ലേ എന്നുള്ളത്. നമ്മൾ വേണ്ട പ്രിക്കോഷൻ എടുത്ത് ചെയ്യുമ്പോൾ വല്ലപ്പോഴും ആണ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നന്നായി ഹെയർ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഹാമില്ലാണ്ട് പോകും കേട്ടോ. പക്ഷെ റെഗുലർ ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് എത്ര മുടി ഉണ്ടായിരുന്നു, ചിലപ്പോൾ അത് കാരണമായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് കരുതി നമുക്കിതൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മുടെ ജോലി ആവുമ്പോൾ നമുക്കത് ചെയ്യാന്നുള്ളതാണ്. എല്ലാം തികഞ്ഞ് നമുക്ക് കിട്ടില്ല, സാരില്ല എന്നങ്ങ് വെക്കുക, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മുടിക്ക് എങ്ങനെയാ ഉള്ളു വന്നേ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഉള്ളു വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. മുടി എനിക്ക് അങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയിട്ടില്ല. സ്കിന്ന് നമുക്ക് പിന്നെയും സെറ്റ് ചെയ്തെടുക്കാം, പക്ഷെ മുടി എന്ന് പറഞ്ഞാണ്ടല്ലോ പോയാ നമുക്ക് കുറച്ചധികം സമയം വേണം. അപ്പൊ അതിനുള്ളൊരു മനസ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുക. മുടി ഇത്തിരി നന്നായി വന്നാലും ഞാൻ വിചാരിക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അത്ര അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ടേക്ക് കെയർ ചെയ്യുക, പിന്നെ ബാക്കി അങ്ങ് വിടുക, ഭയങ്കര ടെൻസ്ഡ് ആവാണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വർക്കൗട്ട് ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഒന്ന് ജനറ്റിക്കലി ഉള്ള സാധനത്തിന് ഒരു പരിധി വരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ട സപ്ലിമെന്റ്സ് എടുക്കുക, അത്യാവശ്യം എണ്ണ തേച്ച് കുളിക്കുക, ഹെയർ സിറം, ഹെയർ ടോണർ, അങ്ങനെ ഇത്യാദി സാധനങ്ങളൊക്കെ ഇട്ടങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് മാനേജ് ആക്കാം. പിന്നെ എൻ്റെ പോലത്തെ രീതിയിൽ ഹീറ്റൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വലിയ ഹാമും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനത്തെ ഷൂട്ടും അങ്ങനത്തെ ഓരോ ഫങ്ഷൻസും ഒക്കെ വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഡെയിലി ബേസിസിലൊന്നും ഞാനും ട്രൈ ചെയ്യാന്നല്ല, ഞാനും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കേളി ഹെയറും എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാ തരത്തിലും ഇഷ്ടമാണ്. എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഇങ്ങനെ വെച്ചാൽ ഒന്നും, ഞാൻ വേർലി മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്, ഇതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഇടാണ്ടാണ് കേട്ടോ എപ്പോഴും. ഞാൻ തൃശ്ശൂർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്നതായിരിക്കും. എനിക്ക് അതും ഇഷ്ടമാണ്, എനിക്ക് ഫുൾ ഓൺ ഒരുങ്ങാനും ഇഷ്ടമാണ്. ഇതിന് രണ്ടിൻ്റെ ഇടയിലായിട്ട് എനിക്കറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ രീതിക്ക് നമ്മളെ ഒന്ന്
പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇപ്പോൾ യൂഷ്വലി എന്നെ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, അയ്യോ ഇത്രയേ ഉള്ളൂ, എന്തൊരു ചെറുതാ. ഇതാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന ഒരു കാര്യം. അപ്പോൾ ലിറ്ററലി ഞാൻ എവറി സിംഗിൾ ഡേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇൻസെക്യൂരിറ്റി വരാമല്ലോ. എൻ്റെ അടുത്ത് എൻ്റെ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സോ കൂടെയുള്ളപ്പോൾ ചോദിച്ചിട്ടുമുണ്ട്, ഇങ്ങനെ തോന്നാറുണ്ടോ ഇങ്ങനെ പറയുമ്പോൾ. കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാം. സ്ക്രീനിൽ കാണുന്ന വലിപ്പം നമുക്ക് പൊതുവേ ഉണ്ടാവാറില്ല. നേരിട്ട് കാണുമ്പോൾ വലിപ്പം കുറയാണ് ചെയ്യുക. കാരണം മിക്കതും നമ്മൾ 85-ന്റെ ലെൻസ് വെച്ചിട്ടൊക്കെയല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളതിനെക്കാട്ടിലും വലുതായിട്ടാണ് കാണിക്കുക. അതിപ്പോൾ ഫിലിം സ്റ്റാർസിൻ്റെ കാര്യമൊക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി സ്ട്രിങ് ആകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര അത്ഭുതം. ഞാൻ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു പെറ്റൈറ്റ് ഫിഗർ അല്ലേ, കുറച്ച് വണ്ണം കുറവ്. അപ്പോൾ അതിനെക്കാട്ടിലും വണ്ണം കുറവാണ് നേരിട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു അതിശയം. പക്ഷെ ഞാനത് കുറ്റമായിട്ട് പറയല്ല കേട്ടോ. അങ്ങനെ പറയണത് അങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. ഞാൻ എപ്പോഴും ഒരു പടി മുന്നേക്ക് വെച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എൻ്റെ മനസ്സിലാണ്. അപ്പോൾ അതാണ് എനിക്ക് ഇൻസെക്യൂരിറ്റി അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം തോന്നും. 2 കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ വലിയൊരു ഫാക്ടർ ഞാൻ പറയട്ടെ, ഏജ്. നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് ഉണ്ടാകുന്നൊരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, അതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഇന്നർ സർക്കിളിലുള്ള ആളുകൾ, അതിപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ശരി, എൻ്റെ മോളാണെങ്കിലും ശരി, അവരെപ്പോഴും എന്നെയാണ് ഏറ്റവും ഭംഗിയുള്ള ഒരാളായിട്ട് എപ്പോഴും അങ്ങനെയാ പറയാ. അതെനിക്ക് അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് അല്ലേ തരാം. നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴും അങ്ങനെയായിരിക്കുമല്ലോ, അമ്മമാരായിരിക്കുമല്ലോ ഏറ്റവും ഭംഗി അങ്ങനെ പറയാം. അപ്പോൾ ഇമ്മക്കുട്ടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ, ഓ അമ്മു യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇപ്പോഴാണ് പിന്നെയും മേക്കപ്പ് ഇച്ചിരി ഓയിലാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഞാൻ എങ്ങനെയാണെങ്കിലും അടിപൊളി അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നാറില്ല. പിന്നെ ഇത്രയും മേക്കപ്പ് ഇടുന്ന കാരണം നമ്മുടെ ജോലിയുടെ ഭാഗം ഇതായതുകൊണ്ട് ഞാൻ മാക്സിമം ബാക്കി സമയങ്ങളിൽ മേക്കപ്പ് ഇടാണ്ടിരിക്കാൻ നോക്കും. മേക്കപ്പും ഹെയറും ഒന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ ഒരു ഡിഫറൻസ് ആളുകൾക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ഷോക്ക് അങ്ങ് മാറും എന്നുള്ളതാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ റെഡിയാണ്. സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഹലോ. ഇമ്മ പിന്നെ നല്ല ഉറക്കാണ് കേട്ടോ. സൺഡേസ് ഡെഡിക്കേറ്റഡ് ഫോർ ഉറക്കാണ്. പക്ഷെ അബാക്കസ് ക്ലാസ് മാത്രമേ ഉണ്ട്. അത് 10:30-ക്കല്ലേ? സാധാരണ 3 മണിക്കായിരുന്നു. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ നീലാംബരി റിസോർട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. തൃശ്ശൂർ തന്നെ ഉള്ളതാണ്. ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൊക്കേഷൻസ് ഉണ്ട്. നമുക്ക് റെൻറ്റിന് എടുക്കാം കേട്ടോ, ഷൂട്ടിന് വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചേഞ്ചിങ് റൂമും കൂടി ഉള്ള കാരണം ഒരു 3-4 ഔട്ട്ഫിറ്റൊക്കെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ പാടാം. കാരണം പിന്നെ വെയിൽ വന്ന ഫോട്ടോസിന് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 3-4 ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ ഏതെന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൊട്ടീക്കിൻ്റെ ഓണറിനും അതെ ഡിസൈനറിനും അതെ ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്തെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എൻ്റെ ഭർത്താവിന് വരാൻ താല്പര്യമില്ല, അനിയന് വരാൻ താല്പര്യമില്ല, ആർക്കും വരാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് നല്ല രസമുള്ള 2 സാരി ഉണ്ട് കേട്ടോ. വിചാരിക്കുന്ന സാരിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എപ്പോഴും ഫസ്റ്റ് ഔട്ട്ഫിറ്റിന് കുറച്ച് സമയം എടുക്കും. ഇത് നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ ബ്ലൗസ് ആണ്. ഇത് ഹാൻഡ് പെയിന്റ് അല്ലേടാ? നോക്കൂ, ബ്യൂട്ടിഫുൾ ഹാൻഡ് പെയിന്റ്. അപ്പൊ ഇത് 1 സൈഡ് ആയിട്ട് അങ്ങനെ 1 ലെയർ ആയിട്ട് ഇടാം. അപ്പൊ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ജ്വല്ലറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ചേരുന്ന ടൈപ്പ് ജ്വല്ലറി ഒക്കെ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ സാരിയൊക്കെ ഏകദേശം ഉടുത്തിട്ടുണ്ട്. ഇനി മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് ജ്വല്ലറി ഒന്ന് നോക്കാം. ഇതിപ്പോ പുതിയ മോഡലാ ബ്ലൗസ് ഇല്ലേ? എടാ ഇതിലിപ്പോ മാല വേണോന്നാണ് ഒരു ക്ലാഷ് ഉണ്ട്. ഈ വള്ളി മാലയും കൂടെ ഇത് വലിയൊരു കമ്മലിടാന്ന. ഇത് നല്ലതായിരുന്നു, രസമുണ്ട്, സിമ്പിളും ആണ്. പക്ഷെ ഈ ഒരു സാധനത്തിന്റെ ഒപ്പേ ഒരു ചേർച്ചക്കുറവ് പോലെ. വള ഇടാട്ടോ. വള പച്ചയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തിടാം എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോ ഈ ഒരു കമ്മല് ഇടാം എന്നാണ് വിചാരിക്കണത്. അത് മതി. ഈ ഇതിന്റെ ഒപ്പേ ക്ലാഷ് ആവുന്നുണ്ട്. പൊതുവേ ഞാൻ ജ്വല്ലറി ഇടുന്ന കുറെ പേർക്ക് ഇഷ്ടമില്ലാത്ത.
അപ്പൊ ഇനി എനിക്ക് ചീത്തവിളി കേൾക്കാൻ വയ്യാത്തോണ്ട് ജ്വല്ലറി നമുക്ക് കുറച്ച് മിനിമൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിടാം നോക്കട്ടെ. എന്റെ മുഖത്തിനേക്കാളും ലിറ്ററലി എന്റെ ഹാഫ് ദ ഫേസ് അല്ല ഇത്ര ഉണ്ട് കമ്മല്. ഇനി നമുക്ക് മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്യാം. റെഡിയായി. ഇനി ഉണ്ടല്ലോ ഈ ബ്ലൗസ് ഇവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഒട്ടിക്കാന്നാണ് വിചാരിക്കണത്. ഇപ്പൊ ഇൻസ്റ്റയില് സ്ഥിരമായിട്ട് ആഡ് കാണുന്നതാണ്, നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്റ്റിക്കി സാധനം ഉണ്ടല്ലോ അതിനെക്കാട്ടിലും സ്ട്രോങ് ആണ് എന്നാണ് പറയണത്, സ്റ്റിക്കി ടേപ്പിനെക്കാളും. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞിരിക്കണ സ്കിന്നില് വെക്കണം. ഓക്കെ, എത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വലിച്ചെടുക്കുമ്പോൾ വേദനിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു 5 to 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒട്ടിക്കാം. കയ്യിലേക്ക് പശ വരണേ. നമുക്ക് നോക്കാം കേട്ടോ എത്ര കണ്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, കളറൊന്നും അറിയാല്ല, ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടുന്നൊരു ഫീല് വരുന്നുണ്ട്. ഇതില് തുമ്പിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ തുമ്പി 2 അകത്തേക്ക് പോയിട്ടുണ്ട്. ഈ പിൻ ഊരണം, നമുക്ക് ഷൂട്ട് ചെയ്യണ വരെ അങ്ങനെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് പിൻകുത്തി വെച്ചിരിക്കണതാണ്. ചീവീടിന്റെ ഒച്ച. സാധാരണ ചെക്ക് നമ്മൾ മുന്നേ കണ്ടിരിക്കണ കുറച്ചിങ്ങനെ കട്ടിയുള്ളതല്ലേ, ഇപ്പൊ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഈ മൾസാരി പോലെയാ ഇപ്പൊ പലതും വരണേന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനത്തെ സോഫ്റ്റ് സാരികളല്ലേ ഇഷ്ടം, സ്റ്റിഫ്നെസ് ഉള്ളത് ആർക്കും ഇഷ്ടമല്ലല്ലോ. ചെറിയ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ട്രെൻഡിലുള്ളതാണല്ലേ ഇപ്പോൾ ഈ ബ്ലൗസ്. ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ 1 വർഷമായിട്ട് നല്ലോണം ഉണ്ട്. ഇത്തവണ ഓണം വന്നപ്പോഴും അതെ, കുറേ ഇങ്ങനത്തെ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ ഇത്തവണ ബ്ലൗസ് പാറ്റേൺസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഓണത്തിൻ്റെ സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെ ഒപ്പമൊക്കെ കണ്ടു. ഇത്തവണ ഞാൻ സെറ്റ് മുണ്ട് ഉടുത്തതേ ഇല്ല കേട്ടോ. അത് നമുക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ലുക്ക് നല്ല സെറ്റ് സാരിയാണ്. മറ്റേ ഒട്ടിച്ചു വെച്ച സാധനമില്ലേ, അത് ഊരിയെടുക്കുമ്പോൾ കുറച്ച് വേദനിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ചെറിയൊരു പീല് പോലെ ഇവിടെ കാണുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഒട്ടിയിരിക്കുന്നുണ്ട്. അതൊരു ഗുണകരമായ കാര്യമാണ്. വേദന ഉണ്ടെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാം. കുറേ ഇൻസ്റ്റയിൽ ഇങ്ങനെ ആഡ്സ് വരുന്നുണ്ട്, അത് കണ്ടിട്ടാട്ടോ ഞാൻ മേടിച്ചത്. നമുക്ക് ഇഡ്ഡലി കഴിക്കാം. എൻ്റെ എനർജിയൊക്കെ തീർന്നു. ഞാൻ രാവിലെ 2 മുട്ടയും അതുപോലെ പഴവും കഴിച്ചിട്ട് ഇറങ്ങിയതാ. 3 അത് ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വയറുണ്ടോ. അയ്യോ, ഇനി അടുത്ത ഔട്ട്ഫിറ്റും സാരിയാണ്. അത് ഫുൾ സ്ലീവ് ബ്ലൗസാണ്. ഇപ്പൊ ഫുൾ സ്ലീവ് ബ്ലൗസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. ഞാൻ കൂടുതലും തുണി എടുത്ത് തുന്നാം, നമ്മുടേതായ ഓൺ ഐഡിയാസ് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള കുറെ പേരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ചെയ്യാനാട്ടോ. എസ്പെഷ്യലി ബ്ലൗസസ് ഒക്കെ നമുക്ക് തുണി എടുത്ത് തുന്നുമ്പോൾ തന്നെ ഭയങ്കര ഒരു യുണീക്ക് ലുക്ക് ഉണ്ടാവും. സാരി എത്ര കോമൺ ആണെങ്കിലും ശരി, ബ്ലൗസ് നമ്മൾ എങ്ങനെ ചെയ്യണു എന്നുള്ളതിനനുസരിച്ചിട്ട് അതിന്റെ കംപ്ലീറ്റ് ലുക്ക് മാറും കേട്ടോ. അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കോട്ടൺ ഫുൾ സ്ലീവ് ബ്ലൗസ് ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ തന്നെ സാരി. ഇതിന് ഞാൻ വിചാരിക്കുന്നത് ചോക്കർ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ സിമ്പിൾ ആയിട്ടുള്ള ചോക്കേഴ്സ്, അപ്പൊ അതിലേതെങ്കിലും പെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. എടാ, ഗ്രീൻ ചോക്കർ ഇത് നല്ലതാ. എനിക്കൊരു സംശയം, ഗ്രീൻ ചോക്കർ വേണോ അതോ ഈ ഒരു റൂബിയും ഗ്രീനും കൂടിയിട്ടുള്ളത് വേണോ? എനിക്ക് തോന്നുന്നു കഴുത്തിലേക്ക് എടുത്തെറിയുന്നത് ഈ ഗ്രീൻ ചോക്കറാ. അല്ലേ കുറച്ചുകൂടി നന്നായിട്ടല്ലേ. ഗ്രീൻ എടുക്കട്ടെടാ, ഒരു കോൺട്രാസ്റ്റ് വരില്ലേ. നമുക്ക് ഹെയർ നോക്കണം. നമുക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് മുടി ബൺ കെട്ടാട്ടോ. ഇതാകുമ്പോ പിന്നെ എളുപ്പത്തിൽ കെട്ടുക ചെയ്യാം. ഇപ്പൊ എനിക്ക് ബൺ കെട്ടാനുള്ള മുടിയില്ല, ആകെ എത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പിരിച്ച്, ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്ന എക്സ്റ്റൻഷൻസ് ആണ് കേട്ടോ. അപ്പൊ ബൺ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഒന്നും കൂടി. അപ്പം അതുകൊണ്ട് എന്താ വേണമെന്ന് അറിയോ, ഒന്നിങ്ങനെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി വെക്കുക. ഒരു യൂപ്പിൻ വെച്ചുകൂടി സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് മെടയാം. മറ്റാ നമ്മുടെ ഫേക്ക് മുടി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ മെടഞ്ഞു കൊടുത്താൽ മതി. മെടഞ്ഞിട്ട് ചുറ്റുക. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനൊന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇനി വന്നിട്ട് നമുക്ക് ഹെയർ ടൈ വേണം. എടാ, എനിക്ക് ഹെയർ ടൈ തരൂ പ്ലീസ്. ഇതൊക്കെ ഇനി ശരിയാക്കണം കേട്ടോ. ആകെ പൊന്തിയൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് ശരിയാക്കാം. ഇനിയില്ലേ നമുക്ക് യൂപ്പിൻസ് വെച്ചിട്ട് ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്യണം കേട്ടോ.
ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പൊ അതിന്റെ ഒരു ഭംഗി പ്രതീക്ഷിച്ചാൽ മതി. വലിയ കാര്യമായിട്ടുള്ള ലുക്കൊന്നും ഉണ്ടാവില്ല അതിന്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് പറയുന്നത്, ഇതിപ്പോ ഇങ്ങനെ കറബറാന്ന് ചുരുണ്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് മുല്ലപ്പൂ ഇടാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നാവാ ഇങ്ങനത്തെ നെറ്റ് മേടിക്കാൻ കിട്ടും. ഈ നെറ്റ് എടുത്തിട്ട് ഇതിനെ ചുറ്റും ഇങ്ങനെ വെക്കാം. കണ്ടോ, ഇതൊരു നല്ല ഒരു ഉണ്ടയായി മാറും. ഇനി മുല്ലപ്പൂ വെച്ച് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതേ നമ്മള് മുടിയൊക്കെ കെട്ടി നിറയെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ വെക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോ എനിക്ക് ഹെൽപ്പിന് ആളുള്ള കാരണം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ മസ്കാര പോലത്തെ ഈ ഹെയർ ജെൽ ഉണ്ടല്ലോ, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനെ അങ്ങ് പതിച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ബേബി ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ എൻ്റെ ഇങ്ങനെ കുറെ ഇങ്ങനെ പൊന്തി നിൽക്കണ്ടേ. അപ്പൊ ഇങ്ങനെ ബൺ കെട്ടുമ്പോ അതൊരു അഭംഗിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പതിച്ചു വെച്ചാൽ മതി കേട്ടോ. ബണ്ണാവുമ്പോ ഇങ്ങനെ എസ്പെഷ്യലി സ്ലീക്ക് ബണ്ണാവുമ്പോ ഉണ്ടല്ലോ, ഇത് ശരിക്കും നല്ലതാ. നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നാ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യേ അങ്ങനൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. അടിപൊളി. ഇപ്പൊ ദേ നമ്മുടെ ഔട്ട്ഫിറ്റ് സെറ്റായി. എല്ലാവരും ഓടുകയാണ്. എല്ലാരും ഹായ് കാണിച്ചേ. താല്പര്യമുള്ളവരെങ്കിലും ഹായ് കാണിക്കൂ പ്ലീസ്. അങ്ങനെ പറ്റില്ല. ഇവർക്കൊന്നും ആർക്കും ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു എന്റെ കൂടെ വരുന്ന ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത്. യൂഷ്വലി കുറെ പേർക്കൊക്കെ ഇഷ്ടമുള്ളതല്ലേ. വെയിലായിട്ടോ, നേരത്തെ വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത് എനിക്ക് ഫുൾ സ്ലീവ് ബ്ലൗസ് നല്ല ഇഷ്ടമാണ്. എൻ്റെ കൂടെ ഇത് ഞാൻ ഫ്രണ്ടിലത്തെ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടു, മുല്ലപ്പൂ ഒക്കെ വെച്ച് സിമ്പിളായിട്ടുള്ള ആക്സസറീസ് ഒക്കെ ആയിട്ട്. ഇത് പോൾക്ക ഡോട്ടാണ് കേട്ടോ സാരിയിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല സൈഡിൽ ഒരു ലീസ് പോലെ ഇങ്ങനെ ഒരു പട്ട പോലെ ഇങ്ങനെ മെറൂൺ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാമല്ലോ. പക്ഷേ ഈ ബ്ലൗസായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു കോൺട്രാസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. എന്നൊരു മെറൂൺ എലമെൻറ്റ് ഈ ബ്ലൗസിൻ്റെ ഒപ്പം ഉണ്ട് താനും. ഏതൊരു സിമ്പിൾ സാരി വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ഓക്കേ, ഈ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പ്ലെയിൻ അല്ലേ, പക്ഷേ ഞാൻ വീഡിയോ നോക്കുകയാണ്. താഴെ സ്കേർട്ടിന്റെ അടിയിൽ കൂടെ ക്യാൻ കാണുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇത് കണ്ടോ, താഴെയാണ് മെയിൻ ഹൈലൈറ്റ്, പൂക്കളൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ പിന്നിലും ഉണ്ട് കേട്ടോ. നൈസ് അല്ലേ? ഇത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. പക്ഷേ ഇത് എല്ലാവരും പ്രിഫർ ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. നമ്മൾ അത്ര കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഔട്ട്ഫിറ്റ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഒക്കെ. ഒരു ഔട്ട്ഫിറ്റും കൂടി എടുക്കാണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള സമയമില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് ആ ഔട്ട്ഫിറ്റ് ഞാൻ സ്റ്റുഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് സ്റ്റുഡിയോയിൽ എടുക്കണേക്കാട്ടിനും ഇഷ്ടം പുറത്തുനിന്ന് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ലേ. പക്ഷെ സമയമില്ലാത്തത് കാരണം നമുക്കിവിടെ നമ്മൾ റെന്റ് കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ പൈസയാവും. അത് മാത്രമല്ല ഫോട്ടോഗ്രാഫേഴ്സിന് ഒഴിവില്ല, അവർക്കിന്ന് വേറെ വർക്ക് ഉണ്ട്. അതാണ് മെയിനായിട്ട്. അപ്പൊ പിന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. തലയിലത്തെ സാധനങ്ങളൊക്കെ മാറ്റി. ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഞാൻ നേരത്തെ കാണിച്ചതില്ലേ. ഇത് വരുമ്പോഴാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ബ്ലൗസിന്റെ ബ്ലൗസിന്റെ പാറ്റേൺ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. സാധനങ്ങളെല്ലാം ആദ്യം അടുക്കി പെറുക്കി വെക്കണം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഇനി ഇതേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുറുക്കഞ്ചേരിയുള്ള കനറി ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി മീലാണ്, അതെ മീൻകറി, ഫിഷ് കറി മീലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ അപ്പുറത്തപ്പുറത്തുള്ളതൊക്കെ കഴിക്കും. എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള ആൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്കിഷ്ടമാണെങ്കിലും അത് ഞാൻ ഓർഡർ ചെയ്യില്ല. ഞാൻ വേറെ വല്ലതും ഓർഡർ ചെയ്യും. എനിക്കിങ്ങനെ എല്ലാവരുടെയും നിന്നും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഇമ്മക്കുട്ടി. സോ ടയേർഡ്. ഇമ്മക്കുട്ടി എന്താ ചെയ്യുന്നേ? ഇങ്ങനെ ടി വി കാണുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ കീറി മുറിച്ച് എന്തൊക്കെയോ ചെയ്യും അല്ലേ. അമ്മ കുഞ്ഞിനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടുപാവാട. ഇനിയുണ്ട് ബ്ലൂ കളർ. ഇനി ഒരു കളർ ഉണ്ട് കേട്ടോ. ഗസ് ചെയ്യാവോ ഏത് കളറാന്ന്? Look at this girl. Look at this. It's so pretty. എന്തൊരു സ്ഥലം കാണാനായിട്ട്. നമുക്ക് മറ്റന്നാൾ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനി ആട്ടം കൂടി ഉണ്ട്. അത് ഏത് കളറാന്ന് പറയാൻ പറ്റുമോ? അവയ്ക്ക് ഇതില് മൂന്നിലും ഏതാ ഇഷ്ടപ്പെട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ടെ?
ബ്ലൂ ഇഷ്ടപ്പെട്ടെ പിങ്ക് ദീമക്കുട്ടി ആയിരിക്കും കേട്ടോ സ്റ്റൈലിങ് ചെയ്യുന്ന. മുകളിലേക്ക് പോവാം. അങ്ങനെ നല്ല ഷൂട്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ഔട്ട്ഫിറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഷൂട്ട് ചെയ്തിരുന്ന അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയണേ. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ്. 2 വർഷം മുമ്പാണ് ഒരു കോഴ്സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ലീവ്ലെസ് കോഴ്സെറ്റ്. അത് എന്നിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടതാണ്. അത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിലും ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പലാസോ പാൻസിനൊപ്പം ബ്ലൗസിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു കോഴ്സെറ്റ് മോഡൽ പക്ക അങ്ങനെയല്ല, കാരണം ആ ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ടില്ല, പക്ഷെ ആ ഒരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ബ്രൊക്കേഡ് വെച്ചിട്ടാണ്, ബ്ലാക്ക് ആണ്, അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്കേർട്ട്, നല്ല രസമായിട്ടില്ലേ സ്കേർട്ട്, ബ്യൂട്ടിഫുൾ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഇവിടെ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എല്ലാം ഇന്നലെ ക്ലീൻ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ട് പോയതാ. ഇന്നിപ്പോൾ ഇന്നത്തെ നമ്മൾ റെഡി ആവലും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് ആദ്യം ഞാൻ കാണിച്ചു തരാം. അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കണത് ഇതൊക്കെ കണ്ടോ. ഇവിടെ ഒരു ഭാഗം കിടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കണം. എനിക്കിപ്പോൾ മേക്കപ്പ് കളയണം, ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കുക. പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചേരം ഇമ്മക്കുട്ടിയുടെയും ഏട്ടനെയും ഒപ്പം ഇരുന്ന് ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങാന്നുള്ളതാണ്. അപ്പം അത്രയിലൂടെ എല്ലാവർക്കും ഈ ഒരു ഓണം വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി നാളെ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.